has loved us, forgiven us, and He blessed us. നമ്മുടെ യേശുക്രിസ്തു നമ്മളോട് ശ്രമിച്ചുകൊണ്ടാണ് നാം ഇന്ന് ഇവിടെ He ആയിരിക്കുന്നത്. is anointed with the Holy Spirit. അവൻ നമ്മളെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. That's why we are happy. അതുകൊണ്ടാണ് നമ്മൾ സന്തോഷവാന്മാരായിരിക്കുന്നത്. Before I don't have a happy, I have everything, but I am not happy. എനിക്കെല്ലാം ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കലും മുമ്പ് സന്തോഷവാനായിരുന്നില്ല. Now we are looking God every day for everything. We are very happy. ഇപ്പോൾ നാം എല്ലാത്തിനും വേണ്ടി ഞാൻ കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷവാനാണ്. Do you understand? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? What does the blessing mean? നിങ്ങൾ എന്താണ് അനുഗ്രഹം എന്നുകൊണ്ട് What does the blessing mean? അനുഗ്രഹം എന്നുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? Cars or house or properties? കാറും വീടും വസ്തുക്കളുമാണോ? That is not a blessing. അതൊരു അനുഗ്രഹമല്ല. One day you leave everything. ഇതെല്ലാം നമ്മൾ ഒരു ദിവസം വിടും. Jesus Christ is our blessing. Hallelujah. Jesus Christ is our blessing. യേശുക്രിസ്തുവാണ് നമ്മുടെ അനുഗ്രഹം. He is the only our blessing. അവൻ Because He gave His life for you and me. അവൻ നമുക്ക് വേണ്ടി നമ്മുടെ സ്വന്തം ജീവനം നൽകി. He is our blessing. Hallelujah. Amen. Amen. Hallelujah. Hallelujah. I will share a little bit word of the seven works of the Holy Spirit. യേശുക്രിസ്തു ആത്മാവിന്റെ 7 പ്രവൃത്തികളെ കുറിച്ചാണ് ഞാൻ The Holy Spirit transfer our lives. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്താൻ സാധിക്കും. Do you understand? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Hallelujah. Hallelujah. And another thing I saw over here, this brother, one snake, big snake looking to him. ഞാൻ രണ്ടാമതായി ഇവിടെ ഒരു കാഴ്ച കണ്ടത് ഈ ദേവാസനെ ഈ സഹോദരനെ ഒരു പാമ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. And the snake was seeing like this and stand like this and seeing you. ആ പാമ്പ് ഇങ്ങനെ പത്തി വിരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. And that sister was second one, the sister. രണ്ടാമതിരിക്കുന്ന ആന്റി, while you are praying, the peace came to the presence in this house. അദ്ദേഹം ആന്റി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു വലിയ സമാധാനം കാണുന്നു. Hallelujah. Hallelujah. This house filled by the Holy Spirit. ഈ ഭവനം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുകയാണ്. There is no one harm, there is no one any other things will be not happen in their lives. ഇവിടെ നമുക്ക് ഒരു അനർത്ഥവും സംഭവിക്കില്ല. You have a wonderful God man. ഇവിടെ നിങ്ങൾക്ക് വളരെ ദൈവവൃത്തിയായ ഒരു ദാസനുണ്ട്. And you are pastor. What about I prayed about you, so I'm sorry if you hurt. I prayed about you over here. The God showed me you are a peaceful man and you left everything and only looking to God. Hallelujah. ഞാൻ ഇങ്ങനെ ഒരു സമാധാന പുരുഷനായ ദേവദാസനെ ഓർത്ത് ഞാൻ Hallelujah. ഞാൻ എല്ലാം മറന്നുകൊണ്ട് അത് ഞാൻ Your pastor is humbling himself and loving one. നിങ്ങളുടെ ദേവദാസൻ എന്ന് പറഞ്ഞ ഒരു താഴ്മയുള്ള വിനയനായ ഒരു ദേവദാസനാണ്. Hallelujah. He was only living for God, not for anything else. നിങ്ങളുടെ ദേവദാസൻ കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു Hallelujah. 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 The works of the Holy Spirit will be transform our lives. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്തും. What is the fruit of the Spirit? Love, joy, peace, patience, and kindness, and goodness, faithfulness, and gentleness, and self-control. ആത്മാവിന്റെ 7 ഫലങ്ങളെ കുറിച്ചാണ് നാം ദർശിക്കാൻ പോകുന്നത്. Amen. Hallelujah. Amen. Hallelujah. Hallelujah. The law is not against such things. No. The law is not against such things. ദൈവത്തിന്റെ നിയമപ്രമാണം ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും എതിരല്ല. Galatians 5:22-23. ഗലാത്യൻസിന്റെ 5-ാം അധ്യായം 16 മുതൽ 23 വരെ ഉള്ള വാക്യം. Hallelujah. Can you read somebody please? ആർക്കെങ്കിലും ഒരാൾക്ക് അത് വായിക്കാമോ? And your language. മലയാളത്തിൽ. Yeah. ഗലാത്യർ 5:16 മുതൽ 23 വരെ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിന് വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം,
ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. 22 teaches us that if we walk by the Spirit, we will be transformed by His power നമ്മളെ ഈ വചനം പഠിപ്പിക്കുന്നത് and His power. കർത്താവിന്റെ ശക്തിയെ കുറിച്ചാണ്. Amen, amen. Do correctly and every word. I understand Malayalam. Hallelujah. The works of the flesh will be demise in our lives. നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തി നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുത്തിയില്ല. These are things like a sexual immorality and moral impurity, envy and drunkenness. നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ വിട്ടുപിരിയേണ്ടതാണ്. Hallelujah. Second fruit of the Spirit will be automatically emerged. നമ്മുടെ ആത്മാവിന്റെ ഫലമോ നമ്മുടെ ശരീരത്തിനെയും ജീവനും ഉതകുന്നു. Therefore, when the Holy Spirit works in our lives, അതുകൊണ്ടാണ് നമ്മുടെ ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നയിക്കുന്നത്. our characters will be changed. നമ്മുടെ സ്വഭാവം തന്നെ ആത്മാവിന്റെ ഫലം മാറ്റുന്നു. The God change each and everyone's life when you covenant with God. നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശരീരത്തെ മാറ്റുന്നത് ഇത് നമ്മൾ ആചരിക്കുമ്പോഴാണ്. You know, Joseph, he covenanted with God and he never done sin, a flesh sin. ജഡിക മോഹങ്ങളൊക്കെ ഉണ്ടായിട്ടും ജോസഫ് ഇതിനെല്ലാം മറികടന്നത് ഈ ഒരു ഉടമ്പടി ജോസഫും ദൈവമായിട്ടുള്ളത് കൊണ്ടാണ്. And if you are like that, with love, joy and peace and patience, അങ്ങനെ നമ്മൾ സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും ആയിരിക്കുന്നുവെങ്കിൽ, and Joseph declared how I sin against God. നമ്മുടെ ജോസഫ് എങ്ങനെ ലോകത്തോട് വിരൂപനായി നിന്നു. When he was sinning with the flesh, and he said, he declared, I am sinning against God. അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു. So many people thinking flesh sin is not a sin. ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നു, ശരീരത്തെ തെറ്റുകൾ, ജഡിക ചിന്തകൾ, തെറ്റുകൾ ഒന്നും ശരിയല്ല, തെറ്റല്ല. This is the one of greatest sin in our bodies. ഇതൊരു വലിയ തെറ്റാണ്. So if you sin other sins, do other sins, this is out of the body. But this sin out of in the body, that you are destroying the holy temple of God. നമ്മുടെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ശരീരത്തിൽ ഇരുവക പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൂടാരത്തിനെ തകർക്കുകയാണ്. You are hurting yourself and you are hurting Holy Spirit. നമ്മളെ തന്നെ വേദനിപ്പിക്കുകയും നമ്മൾ പരിശുദ്ധാത്മാവിനെയും കൂടിയാണ് വേദനിപ്പിക്കുന്നത്. Do you understand what I'm saying? മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? If you do with the flesh sin, you are hurting God and Holy Spirit. നിങ്ങൾ ജഡിക ചിന്തകളുമായി നിങ്ങളുടെ ശരീരത്തെ വേദനിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ വേദനിപ്പിക്കുന്നത് ദൈവത്തെ മാത്രമല്ല പരിശുദ്ധാത്മാവിനെ. So that's why Joseph was run away. അതുകൊണ്ടാണ് ജോസഫ് ഓടിപ്പോകാൻ ഇടയായി തീർന്നത്. If he is have nothing, we don't care about that. He care about God. വേറെ ഒന്നിനെ കുറിച്ച് അവൻ ചിന്തിച്ചില്ല, പക്ഷെ അവൻ ദൈവത്തെ കുറിച്ച് ചിന്തിച്ചു. Hallelujah. 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 If you claim to walk by the Spirit but are not characterized by the fruit of the Spirit, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊന്നും ചിന്തിക്കുകയില്ല. ask the Lord to transform your life. ദൈവത്തോട് നമുക്ക് ചോദിക്കാം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ. Jesus told his disciples to pray saying, how much more will the heavenly Father give the Holy Spirit. യേശുക്രിസ്തു ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, എത്രയധികം ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. We can sanctify ourselves. The Holy Spirit will be sanctify ourselves and our bodies and mind and soul. നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ സാധിക്കില്ല, എന്നാൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ സാധിക്കും. The Holy Spirit convict our sins. പരിശുദ്ധാത്മാവ് നമ്മുടെ പാപങ്ങളെ ശുദ്ധീകരിക്കും. I am telling you the truth, it is for your benefit that go away. ഞാൻ നിങ്ങളോട് സത്യമായ ഒരു കാര്യം പറയുകയാണ്, ഇതിനെല്ലാം വിട്ടോളൂ. Do you understand, my friend? മനസ്സിലാവുന്നുണ്ടോ സഹോദരൻ? Do you understand? Hallelujah. Hallelujah. So you must, like a Joseph, run away from the sin. You can run away from the God. Like that. യോസഫ് ഈ പാവങ്ങളെ വിട്ട് ഓടിയതുപോലെ നമുക്ക് ഇതിൽ നിന്നിട്ട് വിട്ടോടുവാൻ സാധിക്കും. When the Holy Spirit come into your life
and convict you and bless you and protect you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നെല്ലാം വിടുതൽ നേടിക്കാൻ സാധിക്കും. നിങ്ങളെ അവൻ സമാധാനിപ്പിക്കും, നിങ്ങളുടെ കൂടെ ഇരിക്കും, നിങ്ങളെ കരുതും. And give you righteousness and judgment about sin, because they do not believe in me about righteousness. നിങ്ങൾ നീതിമാന്മാരായും ന്യായാധിപതികളായും ഒക്കെ ഇരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ നിങ്ങളുടെ കരുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നൽകും. And Jesus said, I am going to heaven to my Father, and I will prepare for you each and everything what you need. ഞാൻ പിതാവിന്റെ അടുക്കിലേക്ക് പോയി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കുവാൻ പോകുന്നു എന്ന് പ്രകാരം പറഞ്ഞു. And Jesus shared about everything to disciples. John 16:7-11. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു. John 16:7-11. 16:7 മുതൽ 11 വരെ. Hallelujah. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. If we have been saved and given the gift of the Spirit, നമുക്ക് ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഫലം ലഭിച്ചില്ലെങ്കിൽ we cannot comfortable with the sin in our lives. നമുക്ക് പാപത്തിൽ നിന്ന് മുക്തി നേടുവാൻ സാധിക്കില്ല. Do you understand? മനസ്സിലാവുന്നുണ്ടോ? I'm telling you, if you have the Holy Spirit in you, നിങ്ങൾക്ക് പരിശുദ്ധാത്മ ഉണ്ടെങ്കിൽ, if you receive the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ the പ്രാപിച്ചെങ്കിൽ, Holy Spirit is living with you, നിങ്ങളോടൊപ്പം പരിശുദ്ധാത്മാവ് ജീവിക്കുന്നുണ്ടെങ്കിൽ you can do anything against God. നിങ്ങൾക്ക് ദൈവത്തോട് മറുതലിച്ച് ഒരു പാപവും ചെയ്യാൻ സാധിക്കില്ല. That is the fruit of the Spirit. അതാണ് ആത്മാവിന്റെ ഫലം. That you must be bear that fruit in our life. നിങ്ങൾ ആ ഫലങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ധരിക്കണം. In my life and your life, entire the people of God life. നിങ്ങളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ദൈവിക മക്കളുടെ ഉള്ളിലും ഈ ആത്മാവിന്റെ ഫലം ഉണ്ടായിരിക്കണം. The Spirit will be constantly convict our hearts. നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന നിത്യമായി വസിക്കുന്ന ഒന്നാണ്. Some actively ignore the Spirit until the conviction begins to fade, but that is a perilous place to be in your life. അങ്ങനെ ഒരു ആത്മാവിന്റെ ഫലം നാം ധരിച്ചില്ല എങ്കിൽ ഇതൊരിക്കലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ജയിക്കാനായി സാധിക്കത്തില്ല. The work of the Spirit in our lives until He is no longer convicts our hearts at our sin. നമ്മുടെ പാപത്തെ ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. It means that we have grown to be quite far from God. ഇത് വിളിച്ചു ചോദിക്കുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകലം പാലിക്കും എന്നാണ്. Suppose the Spirit is genuinely moving in our lives. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളാണ്. In that case we are often led to repentance. നമ്മുടെ രൂപാന്തരത്തിന് ശേഷം, do you understand? The repentance when come, the Spirit is convicting us. മാനസാന്തരത്തിന് ശേഷം പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിയന്ത്രിതരാണ്. Turning from our sin to walk more closely with our heavenly Father. നമ്മൾ അപ്പോൾ ദൈവത്തിന്റെ സ്വർഗീയ പിതാവിനോട് നമ്മൾ ഒത്തിരി അടുക്കും. The convicting power of the Spirit is a gift from God to help us from each and every evil. എല്ലാ പാപത്തിൽ നിന്നും എല്ലാ പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത് ആ കർത്താവിന്റെ ശക്തിയാണ്. Wandering from our heavenly Father, we should by holy, as the Lord our God is a holy. നമ്മുടെ ദൈവം വിശുദ്ധനായതുകൊണ്ട് നാമും വിശുദ്ധരായിരിക്കും. The Holy Spirit guides us to the truth. ക്രിസ്തു യേശു നമ്മളെ സത്യത്തിലേക്ക് നയിക്കുന്നു. Some people do it business, right? ചില ആൾക്കാർ ഇതൊരു വ്യാപാരമായിട്ട് ചെയ്യുന്നു. The business means not too much money will be earned. Do you understand? ചിലർ അതൊരു വ്യാപാരമായി അധികം സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നു. You will be getting the profit what is the really in a good in a God's eyes. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരിക്കലും കൃത്യമായ ഒരു പ്രതിഫലം കർത്താവിന്റെ സന്നിധിയിൽ ലഭിക്കും. And so many business people are doing some things, wrong things to earn more money and cheating the people. പല ആൾക്കാരും പലരെയും വഞ്ചിക്കുന്നത് ഒത്തിരി ലാഭം ഉണ്ടാക്കാനും ഒത്തിരി സമ്പാദ്യം ഉണ്ടാക്കാനും വേണ്ടി. Some of the people are doing jobs right now today, they are taking bribes.
Bribe. Lump sum. കൈക്കൂലി വാങ്ങുന്ന പലരെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാൻ സാധിക്കും. And as a Christians, we don't need to do like that. നമ്മളൊരു ക്രിസ്ത്യാനിയായിരിക്കും, ക്രൈസ്തവനായിരിക്കും, നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. The world is evil. They try to us and grab that kind of the things to do. ഈ ലോകം നമ്മളെ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യുവാൻ അടുപ്പിക്കും. എങ്കിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. But the counselor of the Holy Spirit, ദൈവത്തിന്റെ കാര്യസ്ഥൻ, the Holy Spirit whom the Father will be sent in my name, he will teach you all things how to be alive. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കായി നൽകപ്പെട്ടിരിക്കുന്നത് നമ്മ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. You know, Jesus promised to the disciples how to be alive. ദൈവം യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, That they don't know how to be alive before the Holy Spirit. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും അവർക്ക് അറിയില്ലായിരുന്നു. They run away from the Jesus. They run away from and they said, I don't know Jesus. Peter said, I don't know Jesus. Who is he? Before the small girl. പത്രോസ് പറഞ്ഞു, എനിക്ക് ക്രിസ്തുവിനെ അറിയില്ല. അതുപോലെ ശിഷ്യന്മാരെല്ലാം പറഞ്ഞു, ക്രിസ്തുവിനെ അറിയില്ല. Without anointing of the Holy Spirit, you can't confess Jesus Christ is our Lord and Savior. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളിലേക്ക് വരാതെ നിങ്ങൾക്ക് ഒരിക്കലും കർത്താവിനെ യേശുക്രിസ്തുവിനെ ഏകസത്യ ദൈവമായി അംഗീകരിക്കാൻ പറ്റില്ല. That's why Jesus said to them, and you can stay in the upper room until Holy Spirit come unto you. Upper room. The disciples, ശിഷ്യന്മാർ മാളികമുറിയിൽ ദൈവത്തിന്റെ ആത്മാവിനെ നിറയപ്പെട്ടത് നാം ബൈബിളിൽ വായിക്കുന്നു. when they're staying in the upper room, upper room, when they stayed in upper room, the Holy Spirit came and anointed them. മാളികമുറിയിൽ അവർ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരിൽ നിറഞ്ഞു. And when they are anointed, they do not fear about any other things. അവർ മറ്റൊന്നിനെ പറ്റി അപ്പോൾ ഭാരപ്പെട്ടില്ല. You are anointed like the disciples. നമ്മൾ ക്രിസ്തുവിന്റെ അനുയായികളായി ദൈവത്താൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ്. If you are really anointed by the Holy Spirit, നമ്മൾ ആത്മാവിനാൽ നിറഞ്ഞവരാണെങ്കിൽ you never feared about this world and evil things. നമ്മൾ ഈ പാപലോകത്തെ കുറിച്ച് ചിന്തിക്കേണ്ട, ഭയപ്പെടേണ്ട ആവശ്യമില്ല. Nothing will be harm you because they harm you, don't care. They are giving their lives to God. നിങ്ങളെ ഒന്നും വേദനിപ്പിക്കില്ല. വേദനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ അവർ ദൈവത്തെ വേദനിപ്പിക്കും. Amen. Hallelujah. Hallelujah. You are filled by the Holy Spirit, anointed by the Holy Spirit, and called by the God. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരാണെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാണെങ്കിൽ നമ്മെ ദൈവം വിളിച്ച് ഇറക്കിയവരാണ്. Do not fear about this evil world. The evil world doesn't do anything. If they do something, you are going to be with Father in heaven. ഈ പാപലോകത്തെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഈ പാപലോകത്തെ നമ്മെ ഒന്നും ഈ ലോകത്തിൽ ചെയ്യാൻ സാധിക്കാത്തത് ദൈവത്താൽ നാം നിറഞ്ഞവരായതുകൊണ്ട്. Come on, hallelujah. Come on, be with the Spirit. Hallelujah. Hallelujah. Nothing in this flesh will be not separate us from God. Hallelujah. ദൈവാത്മാവുമായി സെപ്പറേറ്റ് ചെയ്തതല്ല. Do you understand what I'm saying? Come on, everybody in the Spirit and say hallelujah. Don't be sit lazy. Hallelujah. Like when they are filled by the Holy Ghost. നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നാം തികഞ്ഞവരായി കർത്താവിനെ സ്തുതിച്ചുകൊണ്ടായിരിക്കും. They came down and preaching the gospel. അവർ മാളികയിൽ മുറിയിൽ ഇറങ്ങിയ ശേഷം ദൈവത്തിനെ സുവിശേഷിക്കുന്നതാണ്. Peter was shared the gospel, 3,000 more than 3,000 people got saved. പത്രോസിന്റെ പ്രസംഗത്തിൽ 3000 പേർ ഒറ്റയടിക്ക് രക്ഷിക്കപ്പെട്ടു. Before he feared about his life and he ran away from the God's love. എന്നാൽ അതിനു മുമ്പ് അവൻ ദൈവത്തിൽ നിന്ന് ഓടിയവനാണ്, ദൈവത്തെ ഭയപ്പെട്ടവനാണ്. Hallelujah. When he got filled by the Holy Ghost, അവൻ ദൈവാത്മാവിനാൽ നിറഞ്ഞപ്പോൾ and he never feared about his life. അവന്റെ ജീവിതത്തെക്കുറിച്ച് ഭയപ്പെട്ടില്ല. Jesus was questioning him, Peter, are you really loving me? അവൻ കർത്താവ് അവനോട് ചോദിച്ചു, നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നു? I'm asking as a man of God, you are loving Jesus till your life. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇപ്പോൾ കർത്താവിനെ നിത്യമായി സ്നേഹിക്കുന്നു? Hallelujah. Are you sacrificed your life to God? അവൻ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി യാഗമായി Are you still loving God when somebody comes and kills you? എന്നെ കൊന്നാലും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ സാധിക്കുമോ? When I am traveling at different states, Chhattisgarh, Odisha, different places,
And people are dedicated their lives to God. If somebody kills, they don't care. ഞാൻ ഛത്തീസ്ഗഡിലും ഒഡീഷയിലും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത് എന്നെ കൊന്നാലും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന പറയുന്ന ആൾക്കാരെയാണ്. They say every time if somebody kills me, we go to heaven, no problem. എന്നെ കൊന്നാലും അവരിങ്ങനെയാണ് പറയുന്നത്, എന്നെ കൊന്നാലും ഞാൻ ദൈവത്തിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കും, എനിക്കൊരു പ്രശ്നം. Don't worry about any other things and don't worry about your life. This life is temporary. We have an eternal life with Jesus Christ our Lord and Savior. ഈ ആദർശികമായ ലോകത്തിൽ തുല്യമല്ലാത്ത നിത്യമല്ലാത്ത ജീവന് വേണ്ടി നിങ്ങൾ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്വർഗ്ഗരാജ്യം ലഭിക്കുകയില്ല. പക്ഷേ നിത്യമായ ഈ സ്വർഗ്ഗരാജ്യം ലഭിക്കണമെങ്കിൽ ഈ താൽക്കാലികമായ ലോകത്തെ നാം വിട പറയേണ്ടതിരിക്കും. Amen. Amen. Hallelujah. Hallelujah. In very soon Jesus Christ is coming back very soon. നമ്മുടെ യേശുക്രിസ്തു വേഗം വരുവാൻ പോകുന്നു. Do you understand? Everything is happening right now. Prophecy was fulfilled. പ്രവാചകന്മാർ ബൈബിളിൽ പ്രവചിച്ച പോലെ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. And war is going on right now. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. So don't worry about any other things. നിങ്ങൾ ഒന്നിനെ കൊണ്ടും ഭാരപ്പെടണ്ട. Keep spending your life with God and in His presence. ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ സമയങ്ങളെ ചെലവഴിക്കാൻ നിങ്ങൾ So തയ്യാറാണ്. that's why I'm running everywhere. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ദിവസങ്ങളിലും എല്ലാ I'm രാജ്യങ്ങളിലും not thinking about any other things about my family. Oh, because God is thinking, God have a plan as the Jeremiah 29:11. ഞാൻ എന്റെ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് എന്റെ കുടുംബത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ സുവിശേഷത്തിന് വേണ്ടി ഓടി നടക്കുന്നത് യിരെമ്യാവിന്റെ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഞാൻ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചിന്തിച്ചിരിക്കുന്നതുകൊണ്ടാണ്. Hallelujah. Hallelujah. If you plan in our life small things, you will receive over here, and you are limited with from your place. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ ഒരു കൂട്ടമായിരിക്കുമ്പോൾ നിങ്ങൾ ഒരു ചെറിയ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ In their lives, നിങ്ങളുടെ ജീവിതത്തിൽ in their lives, if they plan something, they are in limit. But if God thinking about them, they are limitless. Okay. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് ഒരു പ്ലാനിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനൊരു ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. കർത്താവ് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു ലിമിറ്റ് ഇല്ല, അത് ലിമിറ്റ്ലെസ് ആയിരിക്കും. Amen. That's why you need to pray like this. God, what you have a plan for me? അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എന്റെ ചിന്തകളല്ല അങ്ങയുടെ ചിന്തകൾ, അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ. Do you understand what I'm saying? മനസ്സിലാവുന്നത് ഞാൻ പറയുന്നത്. In my thinking and myself, I was thinking before Christ. ഞാൻ അങ്ങനെയാണ് കർത്താവിനെ കുറിച്ച് ഞാൻ കർത്താവിനെ വരുന്നതിന് മുമ്പ് അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. I need to stay in a big house and I need to buy a Ferrari sports car and some Benz cars. Then 6 months in India, 6 months in America. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ട് എനിക്ക് ഒരു വലിയ വീട് വേണം, വലിയ വാഹനം വേണം, 6 മാസം എനിക്ക് ഇവിടെ ആയിരിക്കണം, 6 മാസം അമേരിക്കയിലായിരിക്കണം, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. That is my plan. അതായിരുന്നു എന്റെ ചിന്തകൾ മൊത്തം. But God changed everything in my life. എന്നാൽ കർത്താവ് എന്റെ ചിന്തകളെ മൊത്തം മാറ്റി. If I am living like that, I am going to hell. അങ്ങനെ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ നരകത്തിൽ പോയേനെ. But now, എന്നാൽ ഇപ്പോൾ I traveled 14 different countries. ഞാൻ 14 വ്യത്യസ്ത രാജ്യങ്ങളിൽ സന്ദർശിച്ചു. And I've been to so many beautiful, I've seen so many beautiful countries and shared the gospel. ഞാൻ അങ്ങനെ മനോഹരമായ 14 രാജ്യങ്ങൾ സന്ദർശിച്ചു, അവിടെ എല്ലാം സുവിശേഷം പ്രസംഗിച്ചു. That is the God's plan. അതാണ് കർത്താവിന്റെ ഹിതം. In my plan, I stay in one place, a limit place. ഞാൻ എന്റെ പദ്ധതി പ്രകാരം പോവായിരുന്നെങ്കിൽ ഞാൻ ഒരു ചെറിയ സ്ഥലത്ത് കുടുങ്ങിപ്പോയേനെ. If you stay with God and ask God what He have a plan for you. നിങ്ങൾ ദൈവത്തോട് കൂടിയിരിക്കുകയാണെങ്കിൽ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, അങ്ങേക്ക് എന്നെ കുറിച്ചുള്ള പ്ലാൻ എന്താണ്? And read for me Jeremiah 29:11. ഒരു വാക്യം കൂടെ വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11. 11. Yeah. 29. This water is so good. Kerala is good. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയിക്കുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. People are thinking in those days in Babylon, they are living in Babylon. ബാബിലോണിലുള്ളവര് അവരുടെ നിരൂപണങ്ങളെ കുറിച്ചാണ് നാം വായിക്കേണ്ടത്. People of Israel thinking we are settling over here. This is our kingdom. This is our place. We can't go back to Israel. അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഒരിക്കലും ഇസ്രായേലിലോട്ട് തിരിച്ചു പോകാൻ സാധിക്കില്ല. But God
speaking to through Jeremiah, I have a plans for you. The plans will not harm you and bless you. Amen. എന്നാൽ കർത്താവ് യെരമ്യായിലൂടെ നമ്മൾ സംസാരിക്കുകയാണ്, എനിക്ക് നിങ്ങളെ കുറിച്ച് പദ്ധതികളുണ്ട്, അത് നിങ്ങളെ ഒരിക്കലും വേദനിപ്പിക്കുന്നതല്ല, അത് നിവൃത്തീകരിക്കുക തന്നെ ചെയ്യും. My dear friends, submit yourself to God എന്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. and ask Him what He has a plans for you and your family and your children. Whatever He has a plans, the plans is not harm, is to prosper and bless you. കർത്താവിനോട് ഇപ്രകാരം ചോദിക്കുക, കർത്താവേ, അങ്ങയുടെ എന്റെ ജീവിതത്തിൽ അങ്ങയുടെ പ്ലാൻ എന്താ? ഞങ്ങളുടെ കുടുംബത്തെ പറ്റിയും എന്നെ പറ്റിയും എന്റെ ചുറ്റുമുള്ളവരെ പറ്റിയുള്ള അങ്ങയുടെ പ്ലാൻ എന്താണ്? എന്റെ അനുഗ്രഹത്തിനായുള്ള പ്ലാനുകൾ അല്ലെങ്കിൽ എന്റെ ചിന്തകളല്ല, മറിച്ച് അങ്ങയുടെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേണമെന്ന് പ്രാർത്ഥിക്കുന്നു. Do you understand? മനസ്സിലാവുന്നുണ്ടോ? So, you are planning your children will become a doctor or engineer, something else. നിങ്ങൾ പദ്ധതി ഇടുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ ഡോക്ടറോ എഞ്ചിനീയറോ ആകാം. If you submitting the children in the God's hand and He know whatever perfect plans in their lives. നിങ്ങൾ അങ്ങനെ കർത്താവിനെ സമർപ്പിക്കുകയാണെങ്കിൽ കർത്താവിനറിയാം ഏതാണ് നല്ലതായ അല്ലെങ്കിൽ തക്കതായ പദ്ധതി. More than you and me, God is our Father. ആമേൻ. നിങ്ങളിലും എന്നിലും വലുത് നമ്മുടെ കർത്താവാണ്. He knows everything. അവൻ നമ്മുടെ പിതാവാണ്. He sent us over here. And this is His creation, not ours. ഇതെല്ലാം അവന്റെ സൃഷ്ടികളാണ്. And start thinking, this is my house. Who will provide this house? Who will provide this house? ആരാണ് ഈ ഭവനം നൽകപ്പെട്ടത്? God provided him. കർത്താവ് നൽകിയ ഭവനം. This is the God's creation. Only God have authority. കർത്താവിനാണ് അതിന് അധികാരമുള്ളത്. Abraham was thinking about his only one son. അബ്രഹാം അവന്റെ ഒരു പുത്രനെ കുറിച്ച് പ്രകാരം ചിന്തിച്ചു. Please God, give me one son. കർത്താവ് എനിക്ക് ഒരു പുത്രൻ നൽകണം. And God said, I give you your father to the nations. I will bless you to the nation to nation. അവനെ ബഹുജാതികളുടെ പിതാവാക്കി കർത്താവ് മാറ്റി. Do you understand? Abraham was asked one son, but God gave him to nation sons. That's why we are calling our God is an Abraham God. Hallelujah. എബ്രഹാം ഒരു മകന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ കർത്താവ് നൽകിയത് ജാതികളുടെ പിതാവ് എന്ന പേരാണ്. Abraham was listened from God, obeyed for God, and life for God. അബ്രഹാം കർത്താവിനെ കേട്ടു, കർത്താവിനെ അനുസരിച്ചു, കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. Do you understand what I'm saying? If you do like that, can obey and lead by the Holy Spirit, that is the fruit of the Spirit. Humble yourself. പരിശുദ്ധാത്മാവിന്റെ ഫലത്തെ പോലെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതരായി നമ്മൾ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമെങ്കിൽ കർത്താവിന് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റും. If you do like that, if you allow the Holy Spirit work in your life. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ, നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമുക്ക്. If you are driven to study the scriptures and the word of God, ദൈവവചനം നാം പഠിക്കുകയാണെങ്കിൽ, if you are with Him, നാം കർത്താവിന് കൂടെയാണെങ്കിൽ, who is our God? ആരാണ് കർത്താവ്? Our God is not a statue like a Jesus statues are there. യേശുവിന്റെ Jesus is not a statue. Some people are putting, the Roman Catholics are putting Jesus like statues like this. That is not our God. ചില റോമൻ കാത്തലിക്സ് പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. I am sorry to say, do you understand why I am declaring one thing as the Holy Spirit revealed to me? ഒരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്, അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. They killed Jesus and they are doing business with Jesus. Do you understand? അവർ കർത്താവിനെ സ്നേഹിച്ചു, പക്ഷെ അവർ കർത്താവിനെ വിറ്റ് വ്യാപാരം ചെയ്യുന്നു. Do you understand? Because after the Jesus was died, one soldier got healed from his blind eyes. Jesus died. He is checking Jesus died or not, and the blood is came to the Roman soldier eyes. He got healed. Do you understand? ഒരു റോമൻ പട്ടാളക്കാരന്റെ Yeah. How do I say? Yeah. Jesus was in the cross.
യേശുക്രിസ്തു ക്രൂശിലായിരുന്നപ്പോൾ And this guy, the soldier, checked Jesus. He died or not. He took, yeah. കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി അവൻ മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. And the blood, Jesus Christ blood came to drop in his eyes. He got healed. അങ്ങനെ അപ്പോൾ തെളിച്ച രക്തം അവന്റെ കണ്ണിലിട്ട് വീണു, അവൻ സൗഖ്യമായി. And this soldier went to the Pilate and shared this testimony. Jesus Christ is a real God. Amen. Hallelujah. ആ പട്ടാളക്കാരൻ പീലാത്തോസിലെടുത്തു പോയി പറഞ്ഞു, ഈ ക്രിസ്തു ഈ യേശു നിത്യനായ ദൈവത്തിന്റെ പുത്രനെന്ന്. Then Pilate was realized and he shared with this the kings. അപ്പോഴാണ് പീലാത്തോസ് അത് മനസ്സിലാക്കിയത്. അവൻ രാജാവിനോട് പോയി പറഞ്ഞു. And before they are worshipping different gods and goddesses, Roman people. റോമക്കാരെല്ലാം അപ്പോഴെല്ലാം വ്യത്യസ്തമായ ദേവന്മാരെയും ദൈവന്മാരെയും ആരാധിച്ചുകൊണ്ടിരുന്നു. When this was happened, they have decided Jesus Christ is our Lord because he is the great, he is the king and he is the healer. They are accepted, but Jewish people not accepted. റോമക്കാർ അവരെല്ലാവരും അപ്പോൾ കർത്താവ് നിത്യദൈവമെന്ന് അംഗീകരിച്ചു. പക്ഷേ യഹൂദന്മാരെ ഒരിക്കലും അംഗീകരിച്ചില്ല. Same way we are accepted Jesus Christ. അങ്ങനെ തന്നെയാണ് നമ്മളും കർത്താവിനെ സ്വീകരിക്കുന്നത്. But we are really following scriptures, but they are doing differently. നമ്മൾ കർത്താവിനെ കൃത്യമായി ഫോളോ ചെയ്യുന്നു, പക്ഷെ അവര് വ്യത്യസ്തമായി ചെയ്യുന്നു. Do you understand? മനസ്സിലാവുന്നുണ്ടോ? Jewish people not understand it until now. Some of the Jewish, ഇപ്പോഴും ചില യഹൂദന്മാർക്ക് മനസ്സിലായിട്ടില്ല. but we are understand because this state is blessed by God's grace. ഈ സംസ്ഥാനം കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംസ്ഥാനം. Because his disciples stepped over here in this Kerala. ഓക്കേ, കർത്താവിന്റെ ശിഷ്യന്മാർ ഇവിടെ വന്നതുകൊണ്ട് ഈ സംസ്ഥാനം അനുഗ്രഹിക്കപ്പെട്ടു. Apostle Thomas was stepped into Kerala. That's why government was declared God's own country is Kerala. തോമസ് കേരളത്തിലുണ്ട്, ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തു ഗോഡ്സ് ഓൺ കൺട്രി. Even Hindu government accepted that Kerala is a God's own country. Amen. Do you understand? ഹൈന്ദവ സർക്കാർ ഇത് ഒരു ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അംഗീകരിച്ചു. Amen. Amen. There is no one rejected us or refused us. They know the truth. The truth will be set us free from them. അവർക്കറിയാം സത്യം നമ്മെ സ്വതന്ത്രമാക്കുന്ന അവർക്കറിയാം. അതുകൊണ്ട് അവർ അതിനെ എതിർത്തിരുന്നില്ല. I will finish a little bit in 5 minutes. 5 മിനിറ്റ് കൊണ്ട് ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. Acts 4:31. In the book of the Acts, the Spirit constantly empowered God's people to proclaim the gospel. അപ്പോസ്തല പ്രവൃത്തി 4:31. 4:31. അപ്പോസ്തല പ്രവൃത്തി 4:31. Amen. Hallelujah. Hallelujah. I have so much word, but I am cutting because time is going on running. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. Amen. 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 What happened? Everybody do not fear about the word of God. ദൈവത്തിന്റെ വചനത്തെ ഭയപ്പെടാത്തവർ. And I tell you the words I can write down. Matthew chapter 10:19. Matthew chapter 10:19. മത്തായി 10:19. The Spirit gave Peter and John bold words and proclaimed to the religious leaders of the Jerusalem after they were released. 10:13 വായിക്കാം. എന്നാൽ നിങ്ങളെ read later. ഓക്കേ, നിങ്ങൾക്കത് വീട്ടിൽ പോയി വായിക്കാം. Yeah. The Spirit gave Peter and John. പരിശുദ്ധാത്മാവ് യോഹന്നാനും പത്രോസിനും കൊടുത്തത് bold words to proclaim to the religious leaders of the Jerusalem. യെരുശലേമിന്റെ നേതാക്കന്മാരോടും ഭരണകർത്താക്കളോടും സംസാരിക്കാൻ വേണ്ടി. After they really were released, a group of believers prayed again until they were filled with the Holy Spirit. അതിനുശേഷവും അവർ സുവിശേഷം പറഞ്ഞുവെങ്കിലും അവർ ദൈവാത്മാവിനാൽ നിറഞ്ഞവരായി തീർന്നു. Began to speak the word of God boldly. ദൈവം അപ്പോൾ അവരുടെ നാവിനോട് കൂടി ഇരുന്നു
അധികമായി ദൈവാത്മാവിനാൽ സംസാരിക്കണം. If you are filled by the Holy Spirit, you can share about Jesus. നിങ്ങൾ ആത്മാവിനാൽ നിറഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്കും ദൈവത്തിന്റെ വചനത്താൽ നിറഞ്ഞവർ സംസാരിക്കും. Your neighbors are going to hell, that is your responsibility. നിങ്ങളുടെ അയൽക്കാർ നരകത്തിൽ പോകണമെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. Your relatives are going to hell, that is your നിങ്ങളുടെ responsibility. ബന്ധുക്കൾ നരകത്തിൽ പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ Your ഉത്തരവാദിത്തമാണ്. friends are going to hell, that is your നിങ്ങളുടെ responsibility. സുഹൃത്തുക്കൾ നരകത്തിൽ പോകുമെങ്കിൽ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. Share like this, Jesus, when you are in trouble and ask God, I mean Jesus, and He will save you. അങ്ങനെയെങ്കിൽ അവരുടെ ജീവനും അവരുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് അവരെ നേടണം. When the church and pastor filled by the Holy Spirit, they can't stop the gospel. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ദൈവദാസന സഭയ്ക്കും സുവിശേഷം ഒരിക്കലും നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല. I don't know this brother, I don't know that brother, I don't know this pastor, I don't know you, why I came over here. എനിക്ക് നിങ്ങളെ ആരെയും അറിയില്ല, പാസ്റ്ററെ അറിയത്തില്ല, ഇവിടെയുള്ള സഹോദരനെ അറിയത്തില്ല, ഈ ബ്രദറിനെ അറിയത്തില്ല, ഇവിടെയുള്ള ആരെയും അറിയത്തില്ല. പക്ഷേ ഞാൻ ഇവിടെ വന്നു. The God's love in our heart and go and share the gospel. കർത്താവിന്റെ സ്നേഹം ഉള്ളിൽ വന്നതിന് ശേഷം കർത്താവിനോട് സുവിശേഷം പറയുക. Hallelujah. Only love of God is raising us and sharing His word. കർത്താവിന്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മളെ ഉയർത്തുന്നത്, നമ്മെ സുവിശേഷം പറയാൻ പ്രാപ്തരാക്കി. His grace, His compassion and His mercy. I'm still alive. I'm sharing about His love and forgiveness. കർത്താവിന്റെ കൃപയും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ് ക്ഷമയെയും ദൈവസ്നേഹത്തെ കുറിച്ച് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്. If you quiet yourself, oh, I'm saved, I'm good, I'm okay, I'm protected, I'm going to heaven, I don't know who they are. If you say like this, നിങ്ങളിങ്ങനെ ചിന്തിക്കുകയാണ്, ഞാൻ ശരിയാണ്, എന്റെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, അവരെ കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ട, മറ്റവരുടെ കാര്യം എനിക്ക് അറിയേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ one day God will be questioned. ഒരു ദിവസം ദൈവം നിങ്ങളോട് ചോദിക്കും. Do you understand what I'm saying? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? What you are, how God was done in many miracles and blessings in our life, you can share with them. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റുള്ളവരും അവരോടെല്ലാമായി നിങ്ങൾ ഷെയർ ചെയ്യുക. Not only pastor, പാസ്റ്റർക്ക് മാത്രം നൽകപ്പെട്ട ഒരു ദൈവം. not only pastor was preaching and preaching and you must go and preach the word. പാസ്റ്റർക്ക് മാത്രം നൽകപ്പെട്ട ഒരു ഉത്തരവാദിത്തമല്ല, ഇത് നമുക്കും കൂടെ നൽകപ്പെട്ട ഒരു. If you are really love God and led by the Holy Spirit, ആത്മാവിനാൽ നിറഞ്ഞ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ, and if you love yourself, if you love your family, if you love your neighbor, and you must share love of the God. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെയും നിങ്ങളുടെ ഫാമിലിയെയും നിങ്ങളുടെ അയൽക്കാരെയും സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തെ സ്നേഹത്തെ കുറിച്ച് പറയണം. That's why Jesus Christ gave the great commission to the disciples. Where are His disciples, not believers? നമ്മൾ അതുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം പറഞ്ഞത്, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ്, എന്റെ വിശ്വാസികളല്ല. Do you understand what I'm saying? മനസ്സിലാവുന്നുണ്ടോ? The believers became a disciples. വിശ്വാസികൾ ശിഷ്യന്മാരാകുമ്പോൾ, You know what is the disciple meaning? ശിഷ്യന്മാരുടെ അർത്ഥം നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നുണ്ടോ? What is the teacher says they will do, they will not question again. ടീച്ചർ എന്ത് പറയുന്നു, അധ്യാപകൻ എന്ത് പറയുന്നു, അത് മറുചോദ്യം ചോദിക്കാതെ അനുസരിക്കുന്നവരാണ് ശിഷ്യന്മാർ. And the teacher says you go and die, and disciple, yes, I'll go and die. ഗുരു പറയാണ്, അധ്യാപകൻ പറയാണ്, നീ പോയി മരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ പോയി മരിക്കും. Because the disciple believing, my teacher know if I die he will save me. Amen. ശിഷ്യന്മാർ ഇപ്രകാരം വിശ്വസിക്കുന്നു, ഞാൻ മരിക്കാൻ പോയാൽ എന്നെ എന്റെ ഗുരു ഒന്ന് രക്ഷിക്കണം. You must be a disciple. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ശിഷ്യനായി തീരണം. You know, any government employee over here, ഒരു ആരെങ്കിലും സർക്കാർ ജോലി, any government employee, so government will be do. Yeah, no problem. So you are retired, yeah, that is good, that is also point. You are retired. The government doesn't care about you, they give you some money. But what happens in our life, they don't care about you. Right? ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ അവർ റിട്ടയർഡ് ചെയ്താൽ നമുക്ക് സാമ്പത്തികം നൽകുന്നു. പക്ഷേ when you are working, they ask you, how are you? Everything is okay? Are you coming to office? Are you working with us? Yeah, they are asking you like that. After retired, they don't care about you. നമ്മൾ സർവീസിൽ ഇരിക്കുമ്പോൾ അവർ നമ്മുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും. എന്നാൽ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ തിരിഞ്ഞു നോക്കുകയും. But God, എന്നാൽ ദൈവം, and He cares about you. അവൻ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. He cares about you in this life. അവൻ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുന്നു. And when you are living, and He provide everything.
നിങ്ങളുടെ ജീവനും നിങ്ങളുടെ ജീവനം ആവശ്യമുള്ള എല്ലാം നൽകുന്നു. After you die, and Jesus was stood up and welcomed my son and welcomed my daughter. നിങ്ങൾ മരിച്ചാലും എന്റെ മകളെ എന്ന് കൈ നീട്ടി കർത്താവ് നിൽക്കുകയാണ്. Do you understand? When the Jewish people are trying to kill the Stephen, and Jesus was stood up and welcoming Stephen. Hallelujah! Come on, my son. Hallelujah! കൊല്ലപ്പെട്ടപ്പോൾ കർത്താവ് കരനീട്ടി അവനെ വിളിക്കുന്നത് നമുക്ക് ദർശിക്കാൻ Do സാധിക്കും. you understand? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? Where living is good, but where dying is also very good. നിങ്ങൾ മരിക്കുകയാണെങ്കിൽ അത് കർത്താവിൽ നല്ലതാണ്. So dedicate your lives to God and Holy Spirit, പരിശുദ്ധാത്മാവിനെ നമ്മൾ തന്നെ സമർപ്പിച്ചു. and bear the spirit of the fruit of the spirit and 7 fruits. ആത്മാവിന്റെ 7 ഫലങ്ങൾ നമുക്ക് പ്രാപിക്കാം. Thank you so much, and Pastor Anish and Pastor brother Peter and Pastor Reggie and Pastor John Philip. Thank you so much, all of you, and God bless you. പാസ്റ്ററിനോർത്തും അനീഷ് പാസ്റ്ററിനോർത്തും പീറ്ററിനോർത്തും അതുപോലെ ഇവിടുത്തെ കർത്തദാസിനോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. If God's will, we will meet again one day. കർത്താവിന്റെ ഹിതമാണെങ്കിൽ നമ്മൾ വീണ്ടും ദർശിക്കും. Otherwise, we will meet over there in heaven. Hallelujah. Thank you so much.